ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ സമൂഹം വൃദ്ധരായ മാതാപിതാക്കളെ വേണ്ടത്ര രീതിയിൽ പരിപാലിക്കാത്ത ഒരു മാനസികാവസ്ഥ ഉള്ളവരാണ്. എന്തുകൊണ്ടാണ് വൃദ്ധരായ മാതാപിതാക്കളെ ഉൾക്കൊള്ളുവാൻ ഈ സമൂഹം, ഈ തലമുറ വൈമുഖ്യം കാണിക്കുന്നത്? നമ്മളുടെ ചുറ്റുപാടും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഓൾഡ് ഏജ് ഹോമുകൾ, വൃദ്ധസദനങ്ങൾ ധാരാളം നമ്മൾ കാണുന്നുണ്ട്. അത് പല പേരുകളിലാണ്. അനാഥരായിട്ടുള്ള ആളുകൾ, വീട്ടിൽ നിന്നും എങ്ങനെയെങ്കിലും ഒഴിവാക്കപ്പെടുന്നവർ, രോഗികൾ എന്ന് വേണ്ട സമൂഹത്തിൽ പല നിലയിലുള്ള ആളുകളാണ് ഇതുപോലെ ഒറ്റപ്പെട്ട് അല്ലെങ്കിൽ അവർ ഒറ്റപ്പെടുത്തി കഴിയുന്നത്. ഈ രീതിയിൽ വരാതിരിക്കാൻ വേണ്ടി പൂർവികരായിട്ടുള്ള മഹർഷിമാർ വൃദ്ധരായിട്ടുള്ളവരെ, പ്രത്യേകിച്ച് മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിന് ഒരു സംവിധാനം, അതവരതൊരു യജ്ഞമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ആ യജ്ഞം എന്നുള്ള വാക്ക് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് അഗ്നിയെയാണ് ഓർമ്മ വരുന്നത്. അഗ്നി എല്ലാത്തിനെയും ശുദ്ധീകരിക്കുന്നതാണ്. എന്നാൽ അഗ്നിയെ മലിനപ്പെടുത്തുവാൻ മറ്റ് ഭൂതങ്ങൾക്ക് സാധ്യമല്ലാതാനും, മറ്റ് പഞ്ചഭൂതങ്ങളിൽപ്പെട്ട എല്ലാത്തിനും അത് മറ്റുള്ളവരെ ശുദ്ധീകരിക്കുമ്പോൾ തന്നെ അത് അശുദ്ധമാകുന്നുണ്ട് താൻ. പക്ഷേ അഗ്നി മാത്രം അശുദ്ധമാകുന്നില്ല. അതുകൊണ്ട് ഈ പ്രക്രിയ ഈ മാതാപിതാക്കളെ ഒക്കെ ശുശ്രൂഷിക്കുന്നതിന് ഒരു മാനുഷ്യ യജ്ഞമെന്ന് പറയുന്നത്, മനുഷ്യരെ, ഇവരെയൊക്കെ അത് നമ്മൾ യജ്ഞരൂപേണ കാണുമ്പോൾ, ചെയ്യുമ്പോൾ അവിടെ അതിന് മൂല്യം കൂടുകയാണ്. നമ്മൾ കൂടി ശുദ്ധീകരിക്കപ്പെടുകയാണ്. മനുഷ്യനെ, അതുപോലെ മറ്റുള്ള പ്രാണികളെ, ജീവനുള്ള എല്ലാത്തിനെയും ആ രീതിയിൽ നമ്മൾ കാണുമ്പോൾ തീർച്ചയായിട്ടും അത് ശുദ്ധീകരണ പ്രക്രിയയായിട്ട് വരികയാണ്. അപ്പം അങ്ങനെ ഒരു യജ്ഞ സംസ്കാരം ഇവിടെ നിലനിന്നിരുന്നു. അത് ഭാരതത്തിൻ്റെ തനതായ ഒരു പാരമ്പര്യമെന്ന് നമുക്ക് പറയാം. മറ്റ് രാജ്യങ്ങളിലും മറ്റ് പലതിലും ഉണ്ടെങ്കിലും ഇതേപോലെ ഒരു സങ്കല്പത്തിൽ അല്ല അവരതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പഞ്ചമഹായജ്ഞം എന്ന് ഗുരുവും അതിനെ വിശേഷിപ്പിക്കുകയുണ്ടായി. എന്തുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ അതിനെ ഒരു ശുദ്ധീകരണ പ്രക്രിയ ആയിട്ട് കാണാൻ കാരണം അടിസ്ഥാനപരമായി ഇവിടെ ഈ കാണുന്നതെല്ലാം ബ്രഹ്മം തന്നെയാണ്, ഈശ്വരൻ തന്നെയാണ്, ദൈവം തന്നെയാണ്. അപ്പോൾ എല്ലാത്തിലും ആ ചൈതന്യമാണ് കുടികൊള്ളുന്നതെങ്കിൽ എന്തിന് നമ്മളതിനെ മാറ്റി നിർത്തി കാണണം? അപ്പോൾ അങ്ങനെ സാധിക്കാത്ത ആളുകൾക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുകയാണ്, ഇതിലൂടെ നമ്മൾക്ക് ലഭിക്കുന്നത് ഇന്നതുപോലെയുള്ള ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ്. മനുഷ്യനെ
സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു വിശാലമായ അർത്ഥത്തിലേക്ക് നമ്മൾ എടുക്കുമ്പോൾ ഒരുപാട് സമയം ഇതിനെ മനസ്സിലാക്കുവാനും പറയുവാനും ഒക്കെ നമുക്ക് ആവശ്യമാണ്. നമ്മൾക്ക് ഇന്ന് യാതൊരു ദയവുമില്ലാതെ നമ്മുടെ ചുറ്റുപാടുമുള്ളവരോട്, ബന്ധുക്കളോട്, സഹോദരനോട്, സഹോദരിയോടൊക്കെ എത്ര മൃഗീയമായ രീതിയിൽ, മൃഗീയമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, വാക്ക് ഉപയോഗിക്കുന്നതിന് തെറ്റാണ്. കാരണം മൃഗങ്ങളെക്കാളും മോശമെന്ന് പറയുമ്പോൾ മൃഗങ്ങളെന്തോ വലിയ മോശം കാണിച്ച പോലെയാണ്. നമ്മളാ വാക്കിൻ്റെ അർത്ഥം ഇതിനെ തിരിച്ചറിയുവാനുള്ള ഒരു മാനസികാവസ്ഥ ഇല്ല എന്നുള്ള ഒരർത്ഥത്തിലാണ്. പക്ഷേ മൃഗങ്ങൾക്ക് എത്രയോ സെൻസുണ്ട്. അവരുടെ ആ ഒരു തലത്തിൽ, മൃഗങ്ങളുടെ തലത്തിൽ അവർക്ക് അവരുടെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ അവർ വയലേറ്റ് ചെയ്യാറില്ല. പശുക്കൾ, ആടുകൾ, മാടുകൾ, ഇതെല്ലാത്തിനും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായിട്ടുള്ള ആ സമൂഹത്തിൽ അവരുടെ നിയമങ്ങളുണ്ട്. അവരുടെ ഭാഷ നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അവരെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. പക്ഷേ മനുഷ്യൻ്റെ ഭാഷ അവർക്ക് പഠിക്കുവാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് അവർ മനുഷ്യനോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ക്രൂരമായിട്ടുള്ളൊരു മാനസികാവസ്ഥ എന്നുള്ള രീതിയിലായിരിക്കാം ഒരുപക്ഷെ ഈ മൃഗങ്ങളെക്കാളും മോശമാണെന്ന് പറയുന്നത്. പക്ഷേ ആ പ്രയോഗം തെറ്റ് തന്നെയാണ്. നമ്മുടെ സ്വബോധം, നമ്മളൊരു കോമൺ സെൻസ് എന്നൊക്കെ പറയുന്നു, അതുപോലും ശരിയായ രീതിയിൽ പ്രവർത്തിപ്പിക്കാതെ നമ്മൾ പെരുമാറുമ്പോഴാണ് ഇത്രയും മോശമായ രീതിയിൽ നമുക്ക് മനുഷ്യനോടും മൃഗങ്ങളോടും പ്രകൃതിയോടുമൊക്കെ ക്രൂരത കാണിക്കാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും അതിൽ നിന്നൊരു മാറ്റം ഈ രീതിയിലേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഗുരുവിനെ പോലെയുള്ളവർ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് മാനുഷ്യ യജ്ഞം നമ്മൾ വളരെ അധികം ശ്രദ്ധിക്കേണ്ടതും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതുമാണ്. അതിനെ അവർക്കും സാധിക്കട്ടെ. നമസ്കാരം.